ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ മനോഭാവം അനുസരിച്ച് പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാറുണ്ട്. അതുപോലെ ഇവിടെ രണ്ട് തരത്തിലുള്ള ലോകമുണ്ട്. ഒന്ന് യാഥാർത്ഥ്യമായിട്ടുള്ള ലോകം, മറ്റൊന്ന് നമ്മുടെ മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്ന ഒരു ലോകം. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവർക്ക് ചേരുന്ന ഒരു ജീവിത രീതി ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഓരോ പ്രായത്തിലും ഓരോ കാലഘട്ടത്തിലും അവർ പ്രാധാന്യം കൊടുക്കുന്ന പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ലൈംഗികതയിൽ ഒരു പ്രത്യേക കാലഘട്ടം വരുമ്പോൾ പങ്കാളി അതിന് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഏത് കാലമാണെങ്കിലും അതിനെ കളർഫുള്ളാക്കുന്ന, റിലാക്സ് ആക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ മറുവശത്ത് കുറച്ച് ഉത്കണ്ഠയും ടെൻഷനും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടെ 45, 50 ഒക്കെ കഴിഞ്ഞവരെ സംബന്ധിച്ച് അവരുടെ ജീവിതം കളർഫുള്ളാക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതിനുവേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ആ സമയത്തെ മൈൻഡ് സെറ്റപ്പാണ്. അതുപോലെ ഈ സമയത്ത് പുരുഷന്മാർക്ക് ആകർഷണം കൂടുതൽ തോന്നിപ്പിക്കുന്ന പല ക്വാളിറ്റീസും ഉണ്ട്. പ്രധാനമായിട്ടും അവരുടെ ആ മനസ്സിൻ്റെ മെച്യൂരിറ്റി മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിനകത്ത് പുരുഷന് കൂടുതൽ ഇഷ്ടം ഒരു നിഷ്കളങ്കയേക്കാൾ മച്ചുറായിട്ടുള്ള ഒരാളെയാണ്. അതുപോലെ ചെയ്യുന്നതിനകത്ത് പ്രകൃതിയാൽ തന്നുള്ള പല റെസ്ട്രിക്ഷൻസും ഈ സമയത്തില്ലാതെ വരുന്നുണ്ട്. അതുപോലെ മാറിടത്തിൻ്റെ രൂപഭംഗിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക മാറ്റം തന്നെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് ചില മെത്തേഡിനോട് ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലായിരിക്കും. ഇപ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും ഇത് നന്നായിട്ട് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ടും വേണം. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് ഫ്രീ ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റും അത്യാവശ്യം വേണ്ടുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യവും. ഇത് മൂന്നും ശരിയായ രീതിയിലല്ലാത്ത ഒരു പങ്കാളിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കുറവുള്ള ഒരു പങ്കാളിയെ സംബന്ധിച്ച് ഏത് സാഹചര്യത്തിലും ഇത് ആസ്വദിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മാനസികമായിട്ടുള്ളൊരു ഫ്രീഡം ഇല്ലെങ്കിൽ നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട ഫാൻറ്റസികളൊന്നും മനസ്സിനകത്ത് വരുത്തില്ല. എനിക്ക് തോന്നുന്നു മെനപ്പോസിന് ശേഷമുള്ള ഹോർമോണൽ വേരിയേഷൻസ് ഒന്നും തന്നെ ഈ ഒരു കാര്യത്തിനകത്ത് പല സാഹചര്യത്തിലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. എന്നാൽ നമ്മുടെ മൈൻഡ് സെറ്റ് മാറുന്നതനുസരിച്ച്, പലതിനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറുന്നതനുസരിച്ച് ഇതിനകത്ത് പല മാറ്റങ്ങളും വരാറുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ ചിന്തകളും ഹോർമോൺസുമാണ്. ചിലർക്ക് എന്താണ് വേണ്ടതെന്നും ഏത് രീതിയിലാണ് വേണ്ടതെന്നും വളരെ വ്യക്തമായിട്ടറിയാം. ചിലരെ സംബന്ധിച്ച് അവർക്ക് ഇതുപോലുള്ള കാര്യത്തിനകത്ത് പങ്കാളിയായിരിക്കും ആശ്രയിക്കുന്നത്. എന്നാൽ എല്ലാവർക്കും അതിനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നില്ല. ചിലരെ സംബന്ധിച്ച് സ്വയം പല കാര്യങ്ങൾ ചെയ്തും സംതൃപ്തി കണ്ടെത്താറുണ്ട്. കാരണം ആരോഗ്യമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു കാര്യം ശരീരം ശക്തമായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഓരോ സമയത്തും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ഓരോ തരത്തിലുള്ള എനർജി ലെവലാണ്. അപ്പോൾ ഈ സമയത്ത് ഇതിനകത്തൊരു സംതൃപ്തി കിട്ടിയില്ലെങ്കിൽ വല്ലാത്ത ടെൻഷൻ തോന്നും. ഈ ടെൻഷൻ മറ്റ് പല കാര്യങ്ങളെയും ബാധിക്കാറുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഈ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ടെങ്കിൽ അവർ വളരെ സന്തോഷത്തിലായിരിക്കും. ഇപ്പോൾ സ്വയമാണെങ്കിൽ പോലും അവർക്ക് അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായ പല രീതികളും കാണും. ചിലരെ സംബന്ധിച്ച് പങ്കാളിയിൽ നിന്നും കുറച്ച് ഹാർഡായിട്ടുള്ള ചില പ്രത്യേക രീതിയിലുള്ള സ്ട്രോക്കുകൾ വേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഈ ഒരു കാര്യത്തിനകത്ത് ഹാബിറ്റായിട്ട് വരുന്നതാണ്. അവർക്കതുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഡൊപ്പാമൈൻ ഹോർമോൺ ബ്രെയിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ട്. നാവ് കൊണ്ട് ചെയ്യുന്ന പല ക്രിയകളിലും ഈ ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ചെയ്യിപ്പിക്കാനുള്ള ടെൻഡൻസി ബ്രെയിൻ ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള സാഹചര്യവും സൃഷ്ടിക്കാറുണ്ട്. പല കാര്യങ്ങളും ഇതിനകത്ത് പോസിറ്റീവായിട്ട് ഒന്നിച്ച് ഒത്തുവരുമ്പോഴാണ് പൂർണ്ണമായിട്ടുള്ള ഒരു സംതൃപ്തി കിട്ടുന്നത്. ചിലർക്കാണെങ്കിൽ പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിലും, പല ടെൻഷൻ നിറഞ്ഞ സാഹചര്യം ഉണ്ടെങ്കിലും അതിനെ മാനേജ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അതുപോലെ പങ്കാളിയോടാണെങ്കിലും ഈ സമയത്ത് എങ്ങനെ പെരുമാറണം, അവർക്ക് ഏത് രീതിയോടാണ് കൂടുതൽ ഇഷ്ടം, എങ്ങനെ റെസ്പോൺസ് ചെയ്യണം, ഇതൊക്കെ നന്നായിട്ടറിയാം. അതുപോലെ പല തരത്തിലുള്ള ചുംബനങ്ങൾ പ്രണയത്തിൻ്റെ തീവ്രതയനുസരിച്ച് മാറി മാറി വരാറുണ്ട്. അതുപോലെ തന്നെ മാറിടങ്ങൾ കൊണ്ടുള്ള ലോലമായ സ്പർശനത്തിന് ഈ ഒരു എനർജി ലെവൽ വരുത്താനായിട്ട് കഴിയും. അതുപോലെ ഈ സമയത്ത് ഇത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പങ്കാളികൾ നേരത്തെ ഇതിനുള്ള തയ്യാറെടുപ്പ് നടത്തണം. കാരണം ഈ ഒരു കാര്യത്തിനകത്ത് പങ്കാളികളാണെങ്കിലും അതിൻ്റേതായ സാഹചര്യം ഒരുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
അതുപോലെ തന്നെ ഈ സമയത്ത് സൗഹൃദം കൂടുമ്പോൾ അത് നെഗറ്റീവായിട്ടുള്ള വ്യക്തിയാണോ പോസിറ്റീവായിട്ടുള്ള വ്യക്തിയാണോ എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പൊതുവേ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പങ്കാളിയോടാണെങ്കിലും ആരോടാണെങ്കിലും അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അവരുടെ മൈൻഡ് സെറ്റിനും സാഹചര്യത്തിനും വളരെയേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടി ഒരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ അത് പിന്നീട് നമുക്ക് തന്നെ ഒരു ഉത്കണ്ഠയ്ക്ക് അല്ലെങ്കിൽ ഒരു ടെൻഷന് കാരണമായിട്ട് മാറരുത്. എന്നുവെച്ചാൽ ഏത് സാഹചര്യത്തിലും നമ്മുടെ മനസ്സ് ടോട്ടലി ടെൻഷൻ ഫ്രീ ആണെങ്കിൽ മാത്രമേ ഇതൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.